നമസ്കാരം. എല്ലാവരും വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കുവോ ഇല്ലയോ, ഹൈക്കമാൻഡ് എന്ത് ചെയ്യും എന്ന ചർച്ചയിലാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കാനുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയുമാണ് തെരുവിൽ. എം.എൽ.എമാരുടെ പിന്തുണയിൽ കെ.സി. വേണുഗോപാൽ അർഹനായി അപ്പുറത്ത് നിൽക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 5 കൊല്ലം മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് നയിച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ എന്തു സംഭവിക്കും? ആ ആലോചനയിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടക്കുന്നത്. അതിനാദ്യം ആരാണ് വി.ഡി. സതീശൻ എന്നറിയണം. 2011 നിന്ന് തുടങ്ങാം. UDF ചുരുങ്ങിയ സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ സർക്കാർ രൂപീകരണ ആലോചനയിലേക്ക് കടന്ന സമയം. മുഖ്യമന്ത്രിക്ക് എതിരില്ല, ഉമ്മൻചാണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ വമ്പൻ ചർച്ച, നീണ്ട മണിക്കൂറുകൾ, ദിവസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ച. ഒടുവിൽ തീരുമാനത്തിലേക്കെത്തി. മന്ത്രിസഭയിൽ എത്തും എന്ന് കരുതിയ വി.ഡി. സതീശൻ മന്ത്രിയല്ല, പകരം V.S. ശിവകുമാർ മന്ത്രിയാകും. അതോടെ ആ തീരുമാനം പൂർത്തിയായി. NSSന്റെ പിന്തുണ സതീശനില്ല. മാത്രമല്ല, ഐ ഗ്രൂപ്പിന് വേണ്ടി ആ പദവി മാറ്റിക്കൊടുത്തു. പകരം പക്ഷേ ഒരു തീരുമാനമുണ്ടായിരുന്നു, സ്പീക്കർ പദവി വി.ഡി. സതീശന് നൽകാനുള്ള തീരുമാനം. ആ നിർദ്ദേശം സതീശന് പോയി. സതീശന്റെ പ്രതികരണത്തിനായി ന്യൂസ് ചാനൽ റിപ്പോർട്ടർമാരടക്കം അദ്ദേഹത്തിന്റെ മുറിക്കു മുന്നിൽ കാത്തുനിൽപ്പായി. സതീശൻ അവരെ അകത്തേക്ക് വിളിപ്പിച്ചു. റിപ്പോർട്ടർ മാത്രം അകത്തേക്ക് വന്നാൽ മതിയെന്ന് ഓരോരുത്തരോടും പറഞ്ഞു. ക്യാമറ വേണ്ട. അങ്ങനെ കേരളത്തിലെ പ്രധാന ചാനലുകളിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം 5-6 റിപ്പോർട്ടർമാർ അകത്ത് കയറി. സതീശൻ അവരെ വിളിച്ചിരുത്തി. എന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് രോഷാകുലനായി. സ്പീക്കർ സ്ഥാനം എനിക്ക് വേണ്ട എന്ന്, ഞാൻ ക്യാബിനറ്റിലേക്കില്ല എന്ന നിർണായക തീരുമാനം അവരോട് പ്രഖ്യാപിച്ചു. മറ്റൊരു പദവിയും വേണ്ട എന്നുള്ള ഉറച്ച നിലപാട് അത് അറിയിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് നേതൃത്വത്തെ, ഉമ്മൻചാണ്ടി, വിളിച്ചറിയിച്ചിരിക്കണം. വമ്പൻ ബ്രേക്കിംഗ്. മന്ത്രിസഭ രൂപവൽക്കരണ സമയത്ത് ചാനലുകളിൽ സതീശൻ നിറഞ്ഞു നിന്നു. വി.ഡി. സതീശൻ സ്പീക്കറാകാനില്ല എന്ന്. പിന്നീട് ആ 5 വർഷം വി.ഡി. സതീശൻ കോൺഗ്രസിലെ പ്രതിപക്ഷമായിരുന്നു. ഹരിത MLA-മാരുടെ നേതാവായി. നെല്ലിയാമ്പതി കയ്യേറ്റം അന്വേഷിക്കുന്ന ഉപസമിതിയുടെ അധ്യക്ഷനായി. PC ജോർജിനെ അടക്കം വെല്ലുവിളിച്ച നേതാവായി. ഒടുവിൽ ബാർക്കോഴ കേസും സോളാർ കേസും ഒക്കെ വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ നിലകൊണ്ട ആഭ്യന്തര ശക്തിയായി. സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായില്ല എങ്കിലും നിരന്തരമായി കോൺഗ്രസിനെ മുൾമുനയിലാക്കിയ 5 സംഭവങ്ങളെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഓർമ്മയിലെത്തും. അതായിരുന്നു വി.ഡി. സതീശൻ. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച 5 കൊല്ലം കഴിഞ്ഞ് ഒരു മുഖ്യമന്ത്രി കസേരയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അവിടെ സാധ്യതകളുടെ മുന്നിൽ ഇടുത്തിയായി കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നിൽക്കുമ്പോൾ വി.ഡി. സതീശൻ ഉറപ്പിച്ച മട്ടാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് പറയും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുഖ്യമന്ത്രിക്ക് പകരം പ്രധാന വകുപ്പടക്കം നൽകിയാലും സതീശന്റെ സാധ്യത വളരെ വലുതാണ്. അത് ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അടുത്ത് നിൽക്കുമ്പോഴും മറ്റൊരു പാർലമെന്ററി അധികാര സ്ഥാനത്തും ഇരിക്കാതെ ഇവിടെ വരെ എത്തിയ ചുരുക്കം നേതാക്കളിൽ ഒരാളാണ് വി.ഡി. സതീശൻ. ഇതിനു മുമ്പ് V.S. അച്യുതാനന്ദനെയാണ് കേരളത്തിൽ നിന്ന് സതീശൻ താരതമ്യത്തിനെടുത്തത്, പിന്നെ നരേന്ദ്രമോദി. എന്നാൽ അച്യുതാനന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും CPM പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെയായിരുന്നു. സതീശൻ AICC സെക്രട്ടറി ആയിരുന്നതൊഴിച്ചാൽ DCC പ്രസിഡന്റോ KPCC പ്രസിഡന്റോ UDF-ന്റെ കൺവീനറോ പോലുള്ള സംഘടനയുടെ പ്രധാന മർമ്മ സ്ഥാനങ്ങളിൽ, നേതൃത്വത്തിലെ മർമ്മ സ്ഥാനങ്ങളിൽ ഒന്നും ഇരിക്കാതെയാണ് പ്രതിപക്ഷ നേതാവാകുന്നത്. പക്ഷേ UDF ചെയർമാൻ എന്ന നിലയിൽ ഘടകകക്ഷികളെ ലക്ഷ്യബോധത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല, 5 വർഷത്തെ പ്രതിപക്ഷ ക്ഷീണം തീർക്കാൻ, ഊർജ്ജസ്വലമാക്കാൻ നിരന്തരമായ സംവാദത്തിലൂടെ, ആശയവിനിമയത്തിലൂടെ വി.ഡി. സതീശന് കഴിഞ്ഞു. അധികാര സ്ഥാനത്ത് ഇരുന്നാൽ ഉണ്ടാകാനിടയുള്ള സാമുദായിക നേതൃത്വത്തോടുള്ള പാകതയോടെയുള്ള സമീപനം, എതിരാളികളുള്ള മാർദ്ദവം, സ്വന്തം പാളയത്തിൽ തന്നെ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളോടുള്ള സമവായ സമീപനം, ഇതൊന്നും വി.ഡി. സതീശന്റെ ശൈലി അല്ലതാനും. ഇതുവരെ അത്തരം സാഹചര്യങ്ങളെ നേരിട്ടിട്ടില്ല. കണ്ണും പൂട്ടിയുള്ള ഒരു പോക്കായിരുന്നു 5 വർഷം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്നതായിരുന്നു. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന ജഗതിയുടെ പഴയ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മ വരും. 5 കൊല്ലത്തെ ഒരു പരിപാടി. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പല കാരണങ്ങളാൽ അത് കിട്ടി. അതായത് ജഗതിയുടെ ഭാഷയിൽ കിട്ടിയാൽ ഊട്ടി എന്നത് വാസ്തവമായി ഊട്ടി കിട്ടി. ഇനി മുഖ്യമന്ത്രി കസേരയില്ലാത്ത സതീശനെയാണ് കോൺഗ്രസ് കൊണ്ടു നടക്കുന്നതെങ്കിൽ പാർട്ടി അനുഭവിക്കേണ്ടി വരുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വിശാലാർത്ഥത്തിൽ ഗുണപരമായ സാധ്യതയാണ്. രണ്ടാമത്തേത് വരുന്ന 5 വർഷത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ പകരം വരാനിടയുള്ള മുഖ്യമന്ത്രിയുടെ തലവേദന. രണ്ടാമത്തേത് നമുക്ക് ആദ്യം നോക്കാം. 2011-16 വിപുലമായതും
പ്രതിരോധിക്കാൻ പാടുള്ളതുമായ അനുഭവമായിരിക്കും കോൺഗ്രസ് അപ്പോൾ നേരിടേണ്ടി വരിക. എപ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആകാതിരിക്കുമ്പോൾ, അത് വെറുതെ ഇരിക്കുകയാണെങ്കിലും മന്ത്രിയായി ക്യാബിനറ്റിൽ ഇരിക്കുകയാണെങ്കിലും. ഒരു പ്രധാന വകുപ്പുമായി KCയോ മറ്റാരെങ്കിലുമോ മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിൽ സതീശൻ ഇരുന്നാൽ നിരന്തരമായി ആ നേതൃത്വത്തിന് സതീശനെ നേരിടേണ്ടി വരും. ഓരോ ഭരണ നടപടിയിലും സതീശൻ്റെ സമ്മർദ്ദങ്ങൾ, എതിർശബ്ദങ്ങൾ ഉയരും. ഇപ്പോൾ MLA-മാരുടെ പിന്തുണയില്ലാത്തതുപോലെ തന്നെ മന്ത്രിസഭയിൽ പിന്തുണ കിട്ടിയില്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ അടക്കമുള്ള ബാഹ്യശക്തികളുടെ ബലത്തിൽ VD സതീശൻ വെച്ചടി കയറും. ഇമേജ് ബിൽഡിംഗ് സ്വാഭാവികമായും സംഭവിക്കും. ഓരോ തീരുമാനങ്ങളും മുൾമുനയിലായിരിക്കും. ഉദാഹരണത്തിന് സാമുദായിക സമീപനത്തിൻ്റെ കാര്യം നോക്കൂ. NSSൻ്റെ അനിഷ്ടം കൂടിയായിരിക്കുമല്ലോ സതീശനോടുള്ള ഹൈക്കമാൻഡ് സമീപനത്തിന് കാരണമായി തീരുക. മുഖ്യമന്ത്രി ആക്കിയില്ല എങ്കിൽ സുകുമാരൻ നായർ മുതൽ വെള്ളാപ്പള്ളി വരെയുള്ളവരുടെ നിലപാടുകളും അവരോടുള്ള മൃദു സമീപനങ്ങളും UDF സർക്കാരിൻ്റെ സ്വാഭാവിക രീതിയായിരിക്കും. അതിന് സതീശൻ മുഖ്യമന്ത്രി ആയാലും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ മുഖ്യമന്ത്രി ആകാത്തപ്പോഴോ അതിനോട് നിരന്തരം ബാഹ്യ ഘടകങ്ങൾ ഉപയോഗിച്ച് കലഹിക്കാൻ സതീശന് സാധ്യത തെളിയും. അതിന് അദ്ദേഹം രംഗത്തിറങ്ങും. അതിന് സ്ഥാപനങ്ങളുടെ കാര്യമായിക്കോട്ടെ, അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളുടെ കാര്യമായിക്കോട്ടെ, എന്തായാലും മന്ത്രിസഭാ തീരുമാനങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും, സതീശൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും. ഇനി പ്രതിപക്ഷ ആരോപണങ്ങൾ വല്ലതും ഉയർന്നാലോ, സർക്കാരിനെതിരായ ആരോപണങ്ങൾ അത് അഴിമതി അടക്കമുള്ളതായാൽ VD സതീശൻ കടുത്ത നിലപാടെടുക്കും. അത് സതീശൻ്റെ സുവർണാവസരമായിരിക്കും, സോളാർ ബാർക്കോഴ കാലത്തേതുപോലെ. അതിനെ മറികടക്കുക എന്നത് UDFൻ്റെ ആകെ പ്രതിസന്ധിയായി മാറും. ആ മന്ത്രിസഭയുടെ നായകൻ്റെ ഘടകകക്ഷികളോടുള്ള നിലപാടിലും സമാന സമീപനമായിരിക്കും. ഘടകകക്ഷികളുടെ പിൻബലത്തിൽ സതീശൻ ഇതുവരെ മുന്നോട്ട് പോയി. മന്ത്രിസഭയായി കഴിഞ്ഞാൽ അവരുടെ നിലപാട് നിർണായകമാകും. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുക എന്നതും ക്രമേണ ലീഗ് അടക്കം സതീശനോട് അകന്നു പോകുന്നതും സ്വാഭാവികമായി മാറിയേക്കാം. നിലവിൽ തന്നെ ലീഗില്ലെങ്കിലും ബാക്കിയുള്ളവരെ വെച്ച് മന്ത്രിസഭ കൊണ്ടുപോകാം എന്ന മട്ടിലുള്ള ചില വർത്തമാനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. ഇതോടെ ആ സാധ്യതയും സതീശന് മുന്നിൽ രൂപപ്പെടും. പണ്ട് 5-ാം മന്ത്രി വിവാദകാലത്ത് മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിൻ്റെ സാമുദായിക പ്രീണനം, സമുദായ സമവാക്യം തകർക്കുമെന്ന ഉറച്ച നിലപാടെടുത്ത് രംഗത്ത് പരസ്യമായി വന്ന ആളാണല്ലോ സതീശൻ. അത് ഇനിയും ആവശ്യം വന്നാൽ പുറത്തെടുക്കാവുന്ന സാധ്യതയാണ്. ഇനി മുഖ്യമന്ത്രി അതാരായാലും മലയാളിക്ക് മുന്നിൽ വില്ലൻ ഇമേജിൽ നിർത്തപ്പെടും. KC ആണെങ്കിൽ അടുത്ത 5 വർഷം KC വില്ലനും സതീശൻ നായകനുമായിരിക്കും. മാധ്യമങ്ങളിൽ നിരന്തരം KCക്കെതിരായ ആക്രമണം രൂപപ്പെടും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബാർക്കോഴയും സോളാറും അടക്കം വ്യാപക അഴിമതി ആരോപണങ്ങൾ ഉയർന്ന കാലത്ത് സതീശൻ നായകക്കൂട്ടത്തിലുണ്ടായിരുന്നു. സതീശൻ്റെ പോരാട്ടം അഴിമതിക്കെതിരെ എന്നത് അന്ന് പ്രഖ്യാപിത നിലപാടായിരുന്നു. അതൊരു സർക്കാരിൻ്റെ അവസാന കാലത്താണെന്ന് ഓർക്കണം. ഇന്ന് ആ സതീശനുമല്ല, വളർന്ന സതീശനാണ് മുഖ്യമന്ത്രിക്ക് തുല്യൻ. അതുകൊണ്ട് സർക്കാരിൻ്റെ മുഴുവൻ കാലത്തും കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകാൻ ഇടയുള്ള ഒരാളായി മാറും. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരുവൻ്റെ നിലപാട്. ഇനി അസാധാരണമായി വരാൻ പോകുന്ന സർക്കാരിൽ ഒരു നേതൃത്വ പ്രതിസന്ധിയിലുണ്ടായാലോ, മുഖ്യമന്ത്രിക്ക് മറ്റ് സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലോ, അവിടെ എല്ലായ്പ്പോഴും സതീശൻ എന്നൊരു ഓപ്ഷൻ രണ്ടാമതായി വരും. ആ സാധ്യത ഉടനടി രൂപപ്പെടും. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഏത് നിമിഷവും എന്ത് കാരണവും ഈ 5 കൊല്ലവും രൂപപ്പെട്ട് പോയേക്കാം. അങ്ങനെ മുൾമുനയിലാക്കപ്പെടുന്ന ഒരു സർക്കാരായി സതീശൻ മുഖ്യമന്ത്രി അല്ലാത്ത സർക്കാർ മാറിത്തീരും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, കോൺഗ്രസിൻ്റെ സാധ്യതയായി ഈ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ മാറുന്നത് എങ്ങനെയായിരിക്കും എന്ന്. ഇപ്പോഴത്തെ സതീശൻ, അതായത് മുഖ്യമന്ത്രി ആകാത്ത സതീശൻ മാറ്റുരച്ചു നോക്കാത്ത ആളായിരിക്കും. പിന്നെ അങ്ങോട്ട് 5 കൊല്ലവും അങ്ങനെയായിരിക്കും. അതൊരു മന്ത്രി ആയാലും കേവലം മന്ത്രി മാത്രമായി സുഗമമായി സഞ്ചരിക്കാനുള്ള പാത രൂപപ്പെടും. ഇതേസമയം കോൺഗ്രസിന് അടുത്തതായി മുന്നോട്ട് വെക്കാവുന്ന ഒരാളായി സതീശൻ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റായി കിടക്കും. മുഖ്യമന്ത്രി ആയാൽ എന്താണ് സതീശൻ എന്ന് മാറ്റുരക്കപ്പെടും. ഒന്നുകിൽ അത് ക്ലിക്കാകും, അല്ലെങ്കിൽ പരാജയപ്പെടും. ക്ലിക്കായാൽ തന്നെ പ്രതിപക്ഷത്തിന് 5 കൊല്ലം കൊണ്ട് എതിർപ്പുകൾ ഉയർത്തി രാഷ്ട്രീയ എതിരാളിയാക്കി മാറ്റാൻ സതീശനെ മാറ്റാൻ കഴിയും. ഭരണ മികവ് കൊണ്ട് മാത്രം വിജയയാത്ര നിരന്തരം സാധ്യമാകില്ല എന്ന് പിണറായി സർക്കാരിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് സതീശൻ മുഖ്യമന്ത്രിയായാൽ 5 കൊല്ലം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതർത്ഥത്തിലുള്ള സർക്കാരാണെങ്കിലും മാറ്റുരക്കപ്പെട്ട സതീശൻ ആണ് ജനവിധി തേടുക. എന്നാൽ അതല്ല, മുഖ്യമന്ത്രി ആക്കപ്പെടാത്ത സതീശൻ മാറ്റുരക്കപ്പെടാത്ത ഫ്രഷായ സതീശനായിരിക്കും. നിരന്തര കലഹം കൊണ്ട് അണികളിൽ പ്രതീക്ഷ ഈ വരാൻ പോകുന്ന 5 കൊല്ലവും വർദ്ധിപ്പിച്ച് ഉയർത്തി നിർത്തുന്ന സതീശൻ. അത് പ്രതിപക്ഷത്തിന് വെല്ലുവിളിയും കോൺഗ്രസിന് സാധ്യതയും ആയിത്തീരും. ആ അർത്ഥത്തിൽ ഇപ്പോൾ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതാണ് പ്രതിപക്ഷത്തിന് നല്ലത്. LDFന് മുന്നിൽ എതിർപ്പാളയത്തിൻ്റെ നായകനായി 5 വർഷം കഴിഞ്ഞും സതീശൻ തന്നെ വരും. എന്നാൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിലോ കാര്യങ്ങൾ എളുപ്പമല്ല. ഇപ്പോൾ ഒരാൾ വരും, അത് KCയോ മറ്റാരെങ്കിലുമോ വരും. അത് കഴിഞ്ഞ് പിന്നത്തെ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിൻ്റെ നിക്ഷേപമായി അവിടെ സതീശൻ ഉണ്ടാവും. വീണ്ടും സതീശൻ വരും. അതിനെ നേരിടാൻ പാകത്തിൽ പിണറായി കഴിഞ്ഞൊരു നേതാവ് എമർജ് ചെയ്ത് വന്നില്ലെങ്കിൽ LDF അപ്പോഴും പാടുപെടും. വലിയ പേരുദോഷമില്ലാത്ത ഒരു സർക്കാരായി അടുത്ത 5 വർഷം UDF പോവുകയും സതീശൻ ഒരു ഇമേജായി അവിടെ മുഖ്യമന്ത്രി അല്ലാതെ ഉയരുകയും ചെയ്താൽ
അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാത്ത സതീശൻ മുഖ്യമന്ത്രിയായ സതീശനേക്കാൾ 5 കൊല്ലം വാർത്തകൾ നിർമ്മിക്കും. സർക്കാരിലെ വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇടയാക്കും. മുഖ്യമന്ത്രി വില്ലനായും സതീശൻ നായകനായും പ്രതിഷ്ഠിക്കപ്പെടും. എന്നാൽ അപ്പോഴും അത് കഴിഞ്ഞ് വീണ്ടും UDF നായകനായി സതീശൻ വരും എന്നത് LDFന് സുഖകരമായിരിക്കില്ല. വിശാലാർത്ഥത്തിൽ UDFന് അതൊരു വലിയ നിക്ഷേപമായിരിക്കും. തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് തന്നെ പോകാം. സതീശൻ മുഖ്യമന്ത്രിയാകാത്ത, സതീശൻ ചുരുക്കത്തിൽ കോൺഗ്രസിനും അപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്കും LDFനും ആകപ്പാടെ തലവേദനയായി മാറും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതൊരു ഊഹാപോഹമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സതീശൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളും വെച്ചുള്ള യുക്തി കൊണ്ടുള്ള ഒരു വിചാരം. നടക്കാനുള്ളത് നടന്നേ അറിയാനാകും, അല്ലെങ്കിൽ എല്ലാം ഊഹമായി നിലനിൽക്കും. എന്തായാലും മുഖ്യമന്ത്രി വരട്ടെ, നമുക്ക് കാത്തിരിക്കാം സംഭവബഹുലമായ കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുപോക്കിനായി. നന്ദി, നമസ്കാരം.